ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മുടെ ബന്ധുക്കളോടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ കൂടി ഒന്ന് ചില്ലടിക്കാനും ഒന്ന് സൊറ പറഞ്ഞിരിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഹക്കോ ലേക്ക്. ഈ ലൊക്കേഷൻ വരുന്നത് കുമ്പളങ്ങിയിലാണ്. അടിപൊളി ആംബിയൻസുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ എല്ലാ പിരിമുറുക്കങ്ങളും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴിവാക്കി നമുക്കൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. നല്ല സീനിയറാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ചെറുതായിട്ടൊരു കാഴ്ച ബംഗ്ലാവിലേക്കോ അല്ലെങ്കിൽ ഒരു ബേർഡ് സാഞ്ചുറിക്കോ അവിടേക്കൊക്കെ പോയൊരു ഫീലും ഉണ്ടാവും. എന്നും പോകാറില്ല ഇടുക്കി, മൂന്നാർ എന്നീ സ്ഥലങ്ങളൊക്കെ വിട്ട് നമ്മൾ ഈ കുമ്പളങ്ങിയിലേക്ക് പിടിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദൂരം കുറവാണ് മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച്. പിന്നെ പെട്ടെന്നൊന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ പോയി വരാനും പെട്ടെന്ന് പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒട്ടക പക്ഷിയാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. മറ്റേത് കളക കോഴിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇതിൽ മാത്രം അടിച്ചു പൊളിക്കാണെന്ന്. പക്ഷെ അടിച്ചു പൊളിക്കാനുള്ളത് എടുക്കണമല്ലോ കേട്ടോ. വഴിയെ കാണാം, ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇവിടുന്ന് പോയത് രാവിലെയാണ്. രാവിലെ പോയി വഴിയിൽ ഫുഡും ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച കഴിയുമ്പോൾ 2 മണിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 11 മണി വരെ നമ്മൾ അന്നത്തെ ദിവസം അവിടുത്തെ കുബേരനായിരിക്കും. ഒരു ദിവസം നമുക്ക് അവിടെ കുബേരനായി ജീവിക്കാം. ഇവിടെ വരെ നമുക്ക് റൂം അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീയാണ്. ഫുഡ് നമ്മൾ ഇവരെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി കഴിക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിടാം, അല്ലെങ്കിൽ ലെങ്തി ആയി പോകും. ഈ ഒരു ഭാഗം കാണുമ്പോൾ ചെറുതായിട്ടൊരു പാർക്കിൻ്റെ ഒക്കെ പോലെ തോന്നണില്ലേ? ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ. ഇവിടുത്തെ കായലിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പോലും വയ്യ. പിന്നെ പോകുമ്പോൾ 2-3 ഫാമിലി അല്ല, അതൊരു 6-7 ഫാമിലിയൊക്കെ ആയിട്ട് പോകണം. അപ്പോഴാണ് നമുക്കൊന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. വെൽ ഫർണിഷ്ഡായ റൂം, AC, TV, വൈഫൈ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല മൂടി പുതച്ച് കിടന്നുറങ്ങിയാൽ തന്നെ നമുക്ക് എണീക്കാൻ പോലും തോന്നില്ല. അത്രയും തല്ലി അലച്ച് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇത് നെയ്യാനൊക്കെ കിടന്നുറങ്ങണ ഉറക്കം കണ്ടില്ലേ. നമുക്കിനി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് സ്വിമ്മിംഗ് പൂള്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. കുട്ടികൾക്കുള്ളത് സെപ്പറേറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സേഫാണ്, നമുക്കൊന്നും പേടിക്കാനില്ല. മുതിർന്നവർക്കായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഹക്കോ ലേക്കിലെ ഈ ഒരു സ്വിമ്മിംഗ് പൂള്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ്. നമ്മുടെ പ്രൈവസിയിൽ ആരും കയറി ഇടപെടില്ല. നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അടിപൊളിയായിട്ട് നമുക്ക് നന്നായി തകർത്തൊന്ന് കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ വന്നതിൽ ഏറ്റവും അധികം ആർമാദിച്ച സ്ഥലവും ഈ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് കേട്ടോ. அண்ணன் மன்னால் தும்பிட்டு நெல்ல இருட்டில் சிட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானா என்னும் ஜனத்திறக்க காலம் எடுத்து வச்சான் சொர்க்கம் போலும் மன்னர் இல்லும் அண்ணன் தனி நாடன் போல ഇവിടുത്തെ
ഫോട്ടോസൊക്കെ ഒന്ന് നോക്കിയേ, എന്താ രസം എന്നറിയോ. നല്ല സീനിയറാണ്. ഞാൻ മുമ്പ് വീണ്ടും വീണ്ടും പറയണം, പക്ഷേ നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലം എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഒരു ദിവസമെങ്കിലും താമസിക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ വിളിക്കുമ്പോൾ പ്രത്യേകം പറയണം, ബനീഷിൻ്റെ കൂടെ വന്ന ചിക്കുനിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന്. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ 2 ദോശ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്രീ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പൈസ വരും, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞുതരും. അപ്പോൾ അവിടുത്തെ ആൾക്കാരും നല്ല പെരുമാറ്റമായിരുന്നു, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി അവരെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.